കാര്യം നമ്മൾ ഡൽഹിയിലോട്ടാണ് തിരിച്ചു പോകുന്നതെങ്കിലും അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന ഒരു ഫീല് അവിടെ ഒന്നും ചെന്ന് മേടിക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല. ഇത് കിഡ്സ് മാർട്ട് എന്ന് പറഞ്ഞൊരു കടയാട്ടോ, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. ഇവിടെ കിട്ടാത്ത ഒരു ഐറ്റവും ഇല്ല, ബേബീസ് ഐറ്റം. ഞാൻ ഇവർക്ക് വേണ്ടി എന്തൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ടോ അതൊക്കെ മറ്റു കടകളിൽ കിട്ടാത്ത ഇവിടെ കിട്ടിയിട്ടുണ്ട്. ജിയപ്പെണ്ണിൻ്റെ വയറ്റിൽ പാലൊന്ന് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മണിക്കൂറത്തേക്ക് ആൾ നല്ല സഹകരണമായിരിക്കും. പിന്നെ ഇനി അടുത്ത വിശപ്പിൻ്റെ സമയത്ത് ആൾ കണ്ണു തുറക്കത്തുള്ളൂ. ഇല്ലേ പിന്നെ എങ്ങാനും ഉറക്കം കിട്ടാതെ വരണം, എന്നാലേ ബഹളമുള്ളൂ. പിന്നെ രാജീവേണ്ട ഓട്ടോയിലും കൂടെ കയറി കഴിയുമ്പോൾ അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങും. അതുകൊണ്ട് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും വലിയ തടസ്സമില്ലാതെ നടന്നു പോകും. ഈ ഒരു ടൈപ്പ് മഞ്ഞ റംബുട്ടാൻ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കഴിക്കുന്നത്. നല്ല മധുരമായിരുന്നു. അത് മാത്രമല്ല ഇത് മറ്റേ വരിക്ക ടൈപ്പ്, അതായത് കുരുവിൽ നിന്ന് വിട്ടുപോരും. അതുകൊണ്ട് തന്നെ കഴിക്കാനും സുഖമാണ്, ഭയങ്കര ടേസ്റ്റുമായിരുന്നു. എനിക്ക് പുലാസാനേക്കാളിലും ഇത് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുനാൾ തൊട്ടേ ടിഫിൻ ബോക്സ് തൊട്ട് മറ്റ് പാത്രങ്ങൾക്കൊക്കെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഷായില. അതുകൊണ്ട് തന്നെ അവിടെ പോയാലേ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഈ പാലാത്രച്ചിറയിലെ ഷോറൂം കാണുന്നത്. എന്ത് നല്ല കളക്ഷൻസ് ആണോ അവിടെ. ഇൻസ്റ്റഗ്രാമിലൊക്കെ വല്ല റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ വ്ളോഗൊക്കെ കണ്ട് നമുക്ക് കൊതി തോന്നി നോക്കുമ്പോൾ നമ്മുടെ അടുത്തൊന്നും ആയിരിക്കത്തില്ല, വല്ല കോഴിക്കോടൊക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ നമ്മൾ അടുത്ത് കണ്ടുപിടിച്ച ഒരെണ്ണമാണ് കാതൽ കഫേ. കുറേ നാളായിട്ട് ഇവിടെ പോകണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. എന്തായാലും അവസാനം ഈ ആഗ്രഹം അങ്ങ് സാധിച്ചു. ചങ്ങനാശ്ശേരി സെന്റ് ആൻസ്കോളിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇതിനകത്ത് ഫുഡൊക്കെ തന്നെ കാണാൻ അപ്പീലിംഗ് ആയതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മോമോസ് എങ്ങനെയൊക്കെ തന്നാലും എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്താണോ അങ്ങനെ കഴിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയുന്ന ഒരു ഐറ്റം ഇതാണ്. സോഫ്റ്റ് സ്പഞ്ച് കേക്ക് ബേസിന്റെ മുകളിൽ ക്രീം വന്നിട്ട് ഹാഫ് ഓഫ് പിസ്താഷ്യോ സോസും അതുപോലെ തന്നെ ന്യൂട്രലയും കൂടി ആഡ് ചെയ്താണിത്. അതിന്റെ മുകളിൽ പിസ്തയും റോബസ്റ്റ് പഴവും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റും കോമ്പിനേഷനുമാണ്. ട്രൈ ചെയ്ത് നോക്കണം.